സമയം നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിരിയേറെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. എബ്രായർ എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, നാം സ്വീകരിച്ച് പറയുന്ന ഹല്ലേലൂയ അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്നുള്ളതാണ്. പ്രൈസലോ. ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന്റെ പ്രാധാന്യവും പ്രശസ്തിയും വചനത്തിന്റെ ദൈവികതയൊക്കെ മനസ്സിലാക്കിയിട്ട് നാം വായിച്ച് കർത്താവിന്റെ മഹത്വം എപ്രകാരമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ മഹത്വത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് അനുഭവിക്കാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുക്രിസ്തു എന്നുള്ളതാണ് ഇവിടെ നാം ചിന്തിക്കുന്ന ഭാഗം. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ അപ്പോസ്തലൻ എന്ന് പുതിയ നിയമത്തിൽ വിളിച്ചിരിക്കുന്ന ഏക ഭാഗം നമ്മൾ ഈ വായിച്ച വചനത്തിനകത്താണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും ഹല്ലേലൂയ ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ യേശു പിതാവിന്റെ അടുക്കൽ നിന്നും ഈ ഭൂമിയിലേക്ക് മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവൻ, പിതാവിനാൽ അയക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ദൈവിക സന്ദേശം മനുഷ്യരോട് അറിയിച്ചു. യേശു ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ ദൈവിക സന്ദേശം അല്ലെങ്കിൽ പിതാവ് തന്നെ ഏൽപ്പിച്ച സകല ദൗത്യങ്ങളും സന്ദേശങ്ങളും ഭൂമിയിലുള്ള സകല മനുഷ്യരോടും യേശുക്രിസ്തുവിന്റെ കാലയളവിൽ അറിയിച്ചു. തുടർന്ന് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ, ആദിമസഭയുടെ കാലഘട്ടത്തിൽ ആ സുവിശേഷം അന്ന് പ്രചരിച്ചു. ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ദൈവഭക്തന്മാർ, ക്രൈസ്തവ വിശ്വാസികൾ ലോകമെമ്പാടും പിതാവിനാൽ അയക്കപ്പെട്ട അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുക്രിസ്തു നമ്മോട് അറിയിച്ച സുവിശേഷം നാം തലമുറയായി സകല ജനത്തിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനമാണ് നിത്യജീവന്റെ വചനം. ഈ വചനമാണ് നിത്യരക്ഷയുടെ വചനം. ഈ വചനമാണ് നിത്യസമാധാനം, നിത്യസന്തോഷം, നിത്യമായ സ്നേഹം തരുന്നതെല്ലാം ഈ വചനമാണ്. പാപത്താൽ നിറയപ്പെട്ട് പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ സ്വയം രക്ഷപ്പെടുവാൻ കഴിയാതെ വന്നപ്പോൾ, അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ, പിതാവായി ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, മഹാപുരോഹിതനായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ്. നമ്മൾ അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ദിവ്യ തേജസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. മോശ ദൈവത്താൽ അയക്കപ്പെട്ടവനും പുരോഹിതനുമായിരുന്നെന്ന് മോശയെക്കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷേ താൻ മഹാപുരോഹിതനായിരുന്നില്ല. മോശ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, പക്ഷെ മോശ മഹാപുരോഹിതനായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടെ അല്ലെങ്കിൽ സ്തോത്രം, മഹാപുരോഹിതനായിരുന്നില്ല എന്ന് മോശയെക്കുറിച്ച് പറയുമ്പോൾ, മോശ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിൽ പിതാവിന്റെ സന്ദേശങ്ങൾ മിസ്രൈമിലെ ജനത്തോട്, മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തോട് അറിയിക്കുന്നു. അപ്പോൾ തന്നെ മിസ്രൈമിൽ ഇസ്രായേലത്തെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഫറവോനോടും മോശ ഈ വചനം സംസാരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു മഹാപുരോഹിതനും വീണ്ടെടുപ്പുകാരനും ആയതുകൊണ്ട് നാം യേശുവിനെ സ്വീകരിച്ചു പറയണം. മോശ മിസ്രൈമിൽ ജനത്തെ വിടുവിച്ചതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പാപത്തിന്റെ അധീനതയിൽ വിടുവിക്കാൻ വേണ്ടി പിതാവിനാൽ അയക്കപ്പെട്ടവനായി പിതാവിന്റെ ദൗത്യം, കർത്താവിന്റെ വചനം നമ്മോട് അറിയിച്ചു. അത് തന്നെയാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ അരുളി ചെയ്ത വചനം, അന്ന് പിതാക്കന്മാർ കൊടുത്ത വചനം ഈ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് അരുളി ചെയ്യുകയാണ്.
ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, ഈ വചനം നിന്റെ കാതുകൾ കൊണ്ട് കേൾക്കുക. ഹല്ലേലൂയ. ഈ വചനം നിന്റെ ഹൃദയത്തിൽ നീ ഗ്രഹിക്കുക. ഈ വചനത്തെ നീ ഏറ്റെടുക്കുക. ഈ വചനം അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്തെ കഷ്ടതയുടെ അനുഭവത്തെ മാറി, ആ തീച്ചൂളയുടെ അനുഭവങ്ങൾ മാറി, നീ അനുഭവിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിനക്കൊരു മോചന ഈ വചനം തരും. ഹല്ലേലൂയ. മനുഷ്യൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും പാപസ്വഭാവത്തിന് അടിമയാണ്, പാപത്തിൽ നിറയപ്പെട്ടവനാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യൻ എന്തെങ്കിലും അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ, അതിൽ രക്ഷപ്പെടുവാൻ ഭൂമിയിൽ നമുക്കൊരു പോംവഴിയും ഇല്ല എന്നുള്ളത് തിരിച്ചറിയണം രക്തജയം. അതുകൊണ്ട് നമ്മെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന മഹാപുരോഹിതരും അപ്പോസ്തലനുമായിരിക്കുന്ന യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലൻ മഹാപുരോഹിതൻ, അവനെ നാം ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ദൈവപുത്രനായിരിക്കുന്ന കർത്താവിനെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് രക്ഷകനായി സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി അവനെ സ്വീകരിക്കണം. നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞു വന്ന മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം നിറയ്ക്കണം. രക്തം ചെയ്യും. അതാണ് ഈ ദൈവജ്ഞത്തിന്റെ ഭാഗത്തോട് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ യേശു ക്രിസ്തു പിതാവിനോട് കൂടെ ഇടപെടാതെ നടക്കുന്നവനായും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. യേശു ക്രിസ്തു എപ്പോഴും പിതാവിനോട് കൂടെ നടക്കുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കണം. യേശു പിതാവിനോട് കൂടെ നടന്നതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നാം എപ്പോഴും യേശുവിനോട് കൂടെ നടക്കുകയും യേശു എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പോലെ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. രക്തം ചെയ്യാം. പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ തകർച്ചയുടെ ഒരു വഴിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങി നിന്റെ തകർച്ചകളെ മാറ്റി നിനക്ക് ഉയർച്ച തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ തകർച്ച എന്ന് പറയുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിനക്കൊരു താഴ്ചയുണ്ട്, ഒരു ഉയർച്ചയുണ്ട്. ഹല്ലേലൂയ. ആ ഉയർച്ചയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നീ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നിന്റെ തകർച്ചയുടെ നിലയിൽ നീ യേശുവിനോട് കൂടെ നടക്കുന്നെങ്കിൽ അവൻ നിന്നെ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ അരികിൽ ആര് വന്നാലും നമ്മെ കൈവിട്ട് കളയത്തില്ല. നമ്മുടെ കർത്താവ് ആരും ഉപേക്ഷിക്കത്തുമില്ല. അവൻ നമ്മെ ചേർത്ത് പിടിക്കും. എങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നത്? സ്വന്തം മകനെ പോലെ, മകളെ പോലെ. ഈ ലോകത്തിൽ ആരും നമ്മളെ സ്വന്തം മകനായിട്ടും മകളായിട്ടും ചേർത്ത് പിടിക്കത്തില്ല. എന്നാൽ നമ്മുടെ യേശു കർത്താവ് ഇവിടെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും സ്വന്തം മകനായി മകളായിട്ട് ചേർത്ത് പിടിക്കുക. നാം ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. നാം ദൈവിക കൊട്ടാരത്തിലെ അംഗങ്ങളാണ്. നാം നിത്യതയുടെ അവകാശികളാണ്. ഈ ലോകമല്ല നമുക്ക് വലുത്, പിന്നെ ഏതാണ്? സ്വർഗമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു എപ്പോഴും പിതാവിനോട് ചേർന്ന് നടന്നതുപോലെ, യേശു എപ്പോഴും പ്രാർത്ഥിച്ചതുപോലെ നാം എപ്പോഴും പ്രാർത്ഥനയിലും പിതാവിനോട് ചേർന്ന്, അഥവാ യേശുവിനോട് ചേർന്ന് നടക്കുന്നവനായിരിക്കണം. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കഷ്ടങ്ങൾക്കെല്ലാം ഒരു മാറ്റം തരും എന്ന് ദൈവത്തിന് വചനം വായിക്കുക. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്ന മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ ലൂക്കോസ് സുവിശേഷം, ഹല്ലേലൂയ, ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങൾ വായിക്കും ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ജനമെല്ലാം സ്നാനം ഏറ്റ ശേഷം യേശുവും സ്നാനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന് ശബ്ദമുണ്ടായി.
ഞാൻ ആദ്യം മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ മത്തായി അല്ല, ലൂക്കോസ് സുവിശേഷം കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അവൻ പ്രാർത്ഥിച്ചത് എന്താണ് എന്ന് എഴുതിയിട്ടില്ല. യേശു പ്രാർത്ഥിച്ചത് എന്താണെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തില്ല. പക്ഷെ യേശു പ്രാർത്ഥിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവത്തിന് വചനം പറഞ്ഞ അവൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ദൈവികമായതും ആയിരുന്നു. ദൈവകൃപയിലും നിറഞ്ഞതായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. ശക്തിയുള്ളതും ദൈവികമായതും ദൈവകൃപയിലും നിറഞ്ഞതുമായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. ആകയാൽ അത്ര മഹത്വമേറിയ കാര്യങ്ങൾ അപ്പോൾ നടന്നു. യേശുവും പിതാവുമായിട്ട് മഹത്വമേറിയ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ് രക്തം. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാം, നീ എൻ്റെ പുത്രൻ, ഹല്ലേലൂയ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന് ശബ്ദമുണ്ടായെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു സ്നാനമേറ്റ ശേഷം യേശു സ്നാനം പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗം സംസാരിച്ചെങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മോട് സംസാരിക്കണം. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. രക്തം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ ഏകാഗ്രത മനസ്സോടെ, ഏകാഗ്ര ഹൃദയത്തോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ, നിർമ്മല മനസ്സോടെ, സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടുകൂടി നാം ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായും യേശു സ്നാനമേറ്റ് ശേഷം പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് സംസാരിച്ചതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. രക്തം. അപ്പം നിന്റെ മഹത്തായ കാര്യങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എല്ലാം നിനക്ക് കർത്താവോട് പങ്കുവെക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എന്താ ഈ ശ്രദ്ധിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പലതും കാണും. അങ്ങനെ പലതും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുമ്പോൾ എല്ലാം കണ്ടു പോകുന്നത് പോലെ പോകാതെ നമ്മൾ ആ കണ്ട കാര്യത്തിനകത്തെ വിശേഷത അല്ലെങ്കിൽ അതിനകത്തെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ 800 കോടി ജനത്തെ നിങ്ങൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ 800 കോടി ജനമുണ്ടുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കണ്ണ് ദൃഷ്ടി കൊണ്ട് കാണാവുന്ന ദൂരത്തിലുള്ള എല്ലാ ജനത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ അവരെ എല്ലാവരെയും കാണുന്നതിൻ്റെ ഇടയിലും ഈ ജനത്തെ സൃഷ്ടിച്ച് ജനത്തെ നടത്തുന്ന, നമുക്ക് ജീവൻ നൽകി, ജീവിതം നൽകി, നമുക്ക് നന്മ നൽകി, നമ്മെ നന്മയുടെ ഉറവിടത്തിലേക്ക് നടത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. എല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ കുട്ടി അകപ്പെട്ടു പോയാൽ, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. ഹല്ലേലൂയ. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുട്ടി കൈവിട്ടു പോയാൽ, കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ശ്രദ്ധിച്ച് നിങ്ങളുടെ കുട്ടിയെ അന്വേഷിക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കും, നമ്മൾ ശ്രദ്ധിച്ച് യേശുവിനെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ യേശു ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. എത്ര തിരക്കേറിയ അനുഭവമായിരുന്നാലും, എത്ര ബിസിയുടെ അനുഭവമായിരുന്നാലും യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കാവുള്ളൂ. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ നമ്മൾ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയം തന്നെയാണ്. രക്തം. നിനക്ക് വരുന്ന പരാജയം എന്താണ്? നിന്റെ പരാജയത്തിൻ്റെ കാരണം എന്താണ്? നിന്റെ തകർച്ച എന്താണ്? നിന്റെ തകർച്ചയുടെ കാരണം എന്താണ്? നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ മൂല കാരണം എന്താണെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ആ വീഴ്ചയെ നീ മനസ്സിലാക്കിയിട്ട് നിന്റെ താഴ്ചയിൽ നിന്നെ ഉയർത്താൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണെന്നൊരു തിരിച്ചറിവ് നിന്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നീ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരണം. ഞാൻ ഈ ദൈവം പറയുമ്പോൾ ഞാൻ കർത്താവിനെ വളരെ ശ്രദ്ധിച്ച് നോക്കാൻ ശ്രമിക്കുക. എന്നാൽ നോക്കുന്നില്ലെന്നില്ല, ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ആരെയും നോക്കിയിട്ട് കാര്യമില്ല.
പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഈ ലോകത്തിൽ നീ ആരെയും നോക്കിയിട്ട് കാര്യമില്ല. നിനക്ക് ജന്മം തന്ന ഭൂമി ജന്മം നിന്റെ അപ്പനെയും അമ്മയും പോലും ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ പോലും അവർക്ക് 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളോടും 10 സ്വഭാവത്തിലായിരിക്കും ഇടപെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വീട്ടിൽ 5 മക്കളുണ്ടെന്ന് കുട്ടിക്ക്, അല്ലെങ്കിൽ 10 മക്കളുണ്ട്, ഇന്നത്തെ കാലത്ത് കുറച്ച് കുട്ടികൾ, അന്ന് പണ്ടത്തെ കാലമൊക്കെ നോക്കിയാൽ ഇന്നത്തെ കാലം ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട്ടിലുള്ള മക്കളെ പോലും 2 പേരുണ്ടെങ്കിൽ 2 പേരും 2 തരത്തിൽ കാണുന്നവരാണ് മാതാപിതാക്കൾ. അല്ലേരിയ. മൂത്തവനെ ചിലപ്പം കൂടുതൽ സ്നേഹിക്കും, ചിലപ്പോൾ ഇളവനെ കൂടുതൽ സ്നേഹിക്കും. ചിലപ്പം ഇളവൻ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം മൂത്തവൻ്റെ അമ്മയാച്ചും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് മൂത്തവൻ്റെ ശിക്ഷ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന് നീ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുന്നെങ്കിൽ നിന്നെ കുറ്റം പറഞ്ഞ് നിന്നെ താഴ്ത്തുവാനോ നിന്റെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനോ ഒന്നും അല്ല യേശു ആഗ്രഹിക്കുന്നത്. നിന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരാനെ ഉയർത്തി പറയുവാനല്ല യേശു ആഗ്രഹിക്കുന്നത്, നിന്നെ ചേർത്ത് പിടിക്കുക ദൈവം ചെയ്യുന്നത്. അപ്പൊ ഈ ഭൂമിയിലുള്ള ആരും ശ്രദ്ധിച്ചു നോക്കിയിട്ട് കാര്യമില്ലെന്നാ പറയുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കാനുള്ളത് നമ്മുടെ യേശു കർത്താവിനെ മാത്രമാണ്. ആരെല്ലാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പനാട് മീറ്റിങ്ങിൽ പോയപ്പോൾ അല്ലേലൂയ അവിടെ വെച്ച് ചില ആളുകളുമായിട്ട് സംസാരിപ്പാൻ കാരണമായി. എൻ്റെ കഴിഞ്ഞകാല സുഹൃത്തുക്കളും എന്നോടൊപ്പം പഠിച്ചവരും ദൈവവേലയിൽ എന്നോടൊപ്പം ഒരുപാട് പ്രവർത്തിച്ചവരുമായിരിക്കുന്ന അനവധി ആളുകളുമായി കണ്ടപ്പോൾ പലരുടെയും പരാജയങ്ങളാണ് പറഞ്ഞത്, പലരുടെയും സങ്കടങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പരാജയങ്ങളും പരിഭവങ്ങളും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് നോക്കിയത്? ആരെയാണ് ശ്രദ്ധിച്ചു നോക്കിയത്? അപ്പോൾ ഞാൻ ഈ വചനം അവരോട് പറഞ്ഞു, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പരാതികളും പരിഭവങ്ങളും പറയാതെ നിങ്ങൾക്ക് ഉയർച്ചയുടെ കഥകൾ പറയുവാൻ അവനുള്ള വഴിയൊരുക്കി തന്നേനെ. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാകട്ടോ. നമ്മൾ പലപ്പോഴും ഭൂമിയിലെ മനുഷ്യനെയാണ് നോക്കുന്നത്. അവൻ്റെ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മളെ കറിവേപ്പില എടുത്ത് കളയും. മനുഷ്യനെ കാര്യം അവൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെ ചേർത്ത് പിടിക്കും. നമ്മളെ പാലും തേനും പൊന്നെ ചക്കര എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷേ ആ മനുഷ്യൻ്റെ കാര്യം കണ്ടു കഴിയുമ്പോൾ നീ അവസാനം കറിക്കകത്തിരുന്ന കറിയേപ്പര പോലെ നിന്നെ എടുത്ത് പുറത്ത് കളയും. എന്നാൽ യേശു അങ്ങനെയല്ല കേട്ടോ. യേശു കാര്യം കാണാൻ വേണ്ടി നമ്മളെ ചേർത്ത് പിടിക്കത്തില്ല, അവൻ്റെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെ ചേർത്ത് പിടിക്കും. അല്ലേരിയ. നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരെ ചേർത്ത് പിടിക്കും. അല്ലേരിയ. യേശു എന്താണ് ചെയ്യുന്നത്? അവൻ്റെ കാര്യം നടപ്പിൽ അവൻ്റെ ചില ശുശ്രൂഷകൾ ചെയ്യുകൊണ്ട് അവൻ്റെ വചനം, അവൻ്റെ സന്ദേശത്തെ ഈ ലോകത്തോട് അറിയിക്കാൻ വേണ്ടി, അല്ലേരിയ, ഈ ലോകജനത്തോട് ഈ സത്യശുശ്രൂഷ പറയാൻ വേണ്ടി പിതാവിനാൽ അയക്കപ്പെട്ട യേശു ക്രിസ്തു, അവനാൽ അയക്കപ്പെട്ട നമ്മൾ, പിതാവിനാൽ അയക്കപ്പെട്ട യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം, വ്യക്തം ചെയ്യാം. അതുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ഇതുവരെ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നീ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കണം, വ്യക്തം ചെയ്യാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല എന്ന്. അതേ സ്തോത്രം ചെയ്യുന്ന എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ അനുഭവിക്കുന്ന വേദനകൾ, നീ അനുഭവിക്കുന്ന കഷ്ടതകൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ കണ്ണുനീരുകൾ എത്ര വലുതാണ്. നീ ഓരോ രാവും പകലും കരഞ്ഞതെല്ലാം എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീരെല്ലാം എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. നീ വിതുമ്പിയതെല്ലാം എൻ്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. നീ ഹൃദയം തുടങ്ങിയത് കർത്താവ് കണ്ടിട്ടുണ്ട്. ആരും കാണാതെ നീ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുള്ള ചില സാഹചര്യങ്ങളില്ലേ, ഒറ്റയ്ക്കിരുന്ന് വിധിപ്പിയിട്ടുള്ള സമയമില്ലേ, എനിക്ക് മാത്രമേ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്നോർത്ത് നീ വിലപിച്ചിട്ടുള്ള സമയങ്ങളില്ലേ. ഹല്ലേലൂയ. അതെല്ലാം കണ്ട കർത്താവുണ്ട്. അവൻ നിന്നെ ഒരിക്കലും കൈവിട്ട് കളയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നെ ചാരി ഇറങ്ങി വരുന്നവനാണ്, അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നാം സ്വീകരിച്ചു പറയുന്ന എന്ന് പറയുന്ന കർത്താവിനെ സ്വീകരിച്ചു പറയണം. കർത്താവിനെ സ്വീകരിക്കണം നമ്മുടെ ഹൃദയം കൊണ്ട്. അല്ലേരിയ. കർത്താവിനെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം.
നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ സ്വയം മനസ്സാ ചെയ്യുന്നത് കേട്ടോ. ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതല്ല. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് നമ്മൾ യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വീകരിച്ച് നിങ്ങൾ യേശുവിനെയാണ് നോക്കുന്നതെങ്കിൽ നിന്റെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ നീ ഏതെല്ലാം വിഷയത്തിലൂടെ ഭാരപ്പെടുന്നു അതിനെല്ലാം മറുപടി ഈ 2026 കർത്താവ് തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുകയാണെന്ന് യേശു ക്രിസ്തു എല്ലാ ദിവസവും അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം 1:35 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. എല്ലാ ദിവസവും അധികാലത്ത് എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്ക് അങ്ങനത്തെ ശീലമുണ്ടോ? ലേരിയ, നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് നിങ്ങളും യേശു ചെയ്തതുപോലെ ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന വ്യക്തിയായിരിക്കും, നിങ്ങൾക്ക് തിരക്കുണ്ടായിരിക്കാം. അതിന് നിങ്ങളൊരു അരമണിക്കൂർ മുമ്പേ എഴുന്നേറ്റിട്ട്, ലേരിയ, നിങ്ങൾ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങളുടെ ക്ലോക്കിൽ അലാറം വെച്ചിട്ട് നിങ്ങളൊരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് യേശു നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ലേരിയ, അരമണിക്കൂറിൻ്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി മാറ്റും. ലേരിയ. അപ്പൊ യേശു ഇത് അധികകാലത്തെ എല്ലാ ദിവസവും ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ടു പോയി നിർജ്ജന സ്ഥലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് കാണുന്നു. അപ്പൊ നിങ്ങൾക്കും ഈ ശീലത്തെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയണം. ആ ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. ലേരിയ. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഇന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഞാൻ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന തുടങ്ങിയിട്ട് വർഷങ്ങളായി കേട്ടോ, വർഷങ്ങൾ. ലേരിയ. നിർത്താതെ ചെയ്യുക. ഞാൻ ഇന്നലെ സ്തോത്രം, ഇന്നലെ രാവിലെ ഇവിടെ ഇന്നലെ വെളുപ്പിന് മീറ്റിംഗ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടുന്ന് 5:50 ട്രെയിനിൽ കുമ്പനാടിന് പോയി. അവിടെ ഇന്നലെ പകലും വൈകിട്ടത്തെ സെഷൻ കുമ്പനാട് മീറ്റിംഗും കൂടി. അവിടുന്ന് രാത്രി ഞാൻ 9 മണിക്ക് തിരുവല്ലയിൽ ട്രെയിൻ കയറി. വീട്ടിലിവിടെ എത്തിയപ്പോൾ 2:30 മണിയായി. 2:30 മണിക്ക് കുളിച്ച് പല്ലുദേശമൊക്കെ കഴിഞ്ഞ് വന്ന് അന്നേരം പ്രാർത്ഥനയ്ക്ക് ഇരുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് ഈ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഉറങ്ങിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിനകത്ത് നമുക്കൊരു നല്ല ശുഷ്കാന്തി ഉണ്ടായിരിക്കണം. ലേരിയ. എനിക്ക് വേണേൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. കഴിഞ്ഞ രാത്രി ഞാൻ ക്ഷീണിച്ച് അവശനായി വന്നതിൽ ഉറങ്ങിയില്ലല്ലോ, അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന വേണ്ട, അത് നാളത്തേനാക്കാം, അല്ലെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ടാക്കാം എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം. പക്ഷെ ഞാനത് ചിന്തിക്കാതെ ദൈവം എനിക്കുള്ള കൃപ തരിക. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ എഴുന്നേൽക്കുന്നതിനേക്കാൾ അരമണിക്കൂർ മുമ്പ് ക്ലോക്കിനകത്ത് നീ അലാറം വെച്ചിട്ട് ഒരു അരമണിക്കൂർ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ലേരിയ. അരമണിക്കൂറിൻ്റെ പ്രാർത്ഥന അത് നിന്നെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. ലേരിയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് അതുകൊണ്ടാണ്. ലേരിയ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, സദൃശ്യവാക്യം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു. ശലോമോൻ പറയുകയാണ്, ശലോമോനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയും, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. അല്ലേല്. അപ്പം നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മെ സ്നേഹിക്കും. ജാഗ്രതയോടെ നമ്മൾ കർത്താവിനെ അന്വേഷിച്ചാൽ നമുക്ക് കർത്താവിനെ കണ്ടെത്താൻ കഴിയും. അല്ലേരിയ. നിന്റെ പ്രാർത്ഥന ജീവിതത്തിനകത്ത്, നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് നിനക്ക് കർത്താവിനെ കണ്ടെത്താൻ കഴിയണം. പ്രൈസറോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏക മാർഗം, കണ്ടെത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ലേരിയ. ഈ യേശുവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയത്തില്ല. അല്ലേരിയ. യേശുവിനെ കാണണമെങ്കിൽ പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുമ്പോൾ നിന്റെ അദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നിനക്ക് ആത്മാവിൽ യേശുവിനെ ദർശിക്കാൻ കഴിയും, ആത്മാവിൽ യേശുവിനെ കാണാൻ കഴിയും. അതുകൊണ്ട് 119-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമെന്നാണ്. അല്ലേരിയ. ന്യായപ്രമാണത്തിലെ അത്ഭുതം, സുവിശേഷത്തിനകത്തെ അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് യേശു ക്രിസ്തുവിനെ നമ്മുടെ അദൃശ്യമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, നീ കരയാതെ, നീ നിലവിളിക്കാതെ, സങ്കടപ്പെടാതെ
സ്നേഹിക്കുന്ന സഹോദര, ഭാരപ്പെടാതെ ഹല്ലേലൂയ, ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന നന്മകളെ ഓർത്തിട്ട് സ്തോത്രം പറഞ്ഞു തുടങ്ങാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പാപം നിങ്ങളിലേക്ക് പ്രവേശിക്കരുത്. പാപത്തിന് വശംകൃതനായി മാറിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഈ നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരും. പാപം രണ്ട് വിധത്തിൽ നമ്മളിലേക്ക് പ്രവേശിക്കാം. പാപം രണ്ട് വിധത്തിൽ, ഒരുപാട് തരത്തിൽ പാപം പ്രവേശിക്കും. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പാപം നമ്മളിലേക്ക് വരും. ഹല്ലേലൂയ, നമ്മളിലേക്ക് വന്ന് പ്രവേശിക്കും. മറ്റൊന്ന്, നമ്മൾ ചെന്ന് പാപത്തിലേക്ക് വീഴും. ഒന്ന്, നമ്മളിലേക്ക് പാപം വരും. അതിനൊരു ഉദാഹരണം ഒരു മനുഷ്യനുണ്ട്. യോസേപ്പ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. പഴയ നിയമത്തിൽ യോസേപ്പ് പാപം ചെയ്തില്ല. പക്ഷെ യോസേപ്പിലേക്ക് പാപം വന്നു. യോസേപ്പിലേക്ക് പാപം ഓടി വരിക. എങ്ങനെ പാപം വന്ന? യോസേപ്പിലേക്ക് പാപം ഓടി വരികയാണ്. അപ്പോൾ യോസേപ്പ് എന്ത് ചെയ്തു? പാപം തന്നിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി യോസേപ്പ് പാപത്തെ വിട്ടോടി. ഹല്ലേലൂയ. യോസേപ്പ് പാപം ചെയ്യാൻ അങ്ങോട്ട് പോയവരല്ല, അവനെ പാപിയാക്കാൻ വേണ്ടിയിട്ട് പാപം അവൻ്റെ പിന്നാലെ വന്നതാ. അതുകൊണ്ട് ഇന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപം നിന്നെ അശുദ്ധമാക്കുവാൻ, പാപം നിന്നെ പാപിയാക്കി മാറ്റുവാൻ, പാപം നിന്നെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ, പാപം നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ നീ പാപത്തിൽ വീണു പോകാതെ നീ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണം. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നിന്റെ ജീവിതത്തെ നീ ജയോത്സവമായി കൊണ്ട് നടക്കണം. രക്തം ചെയ്യും. അതുപോലെ ജോസഫിൻ്റെ ജീവിതം ഇങ്ങോട്ട് പാപം വന്നാൽ ഓടി ഒളിച്ചു, ജോസഫ് അങ്ങോട്ട് പാപത്തിന് പോയിട്ടില്ല കേട്ടോ. ഇത് രണ്ടും നമ്മൾ പാലിക്കണം. നമ്മൾ അങ്ങോട്ട് പാപം ചെയ്യാനും പോകരുത്, ഇങ്ങോട്ട് പാപം വന്നാൽ അവിടെ നമ്മൾ ഓടി ഒളിക്കുകയും ചെയ്തോണം. ഇത് രണ്ടും നമുക്കുള്ളതാണ്. അങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക സാന്നിധ്യങ്ങൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. രക്തം ചെയ്യും. പലരുടെയും പരാജയം എന്താണ്? പാപം ജീവിതത്തിൽ പ്രവേശിച്ച് നിൽക്കുന്നു, പാപത്തിന് അധീനമായ ശരീരത്തിൽ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കും? ഓർത്ത് നോക്കി പൗലൂസിന്റെ അവസ്ഥ എന്താണ്? ആ കാലഘട്ടത്തിൽ ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. മരിച്ചുപോയ മനുഷ്യന്റെ ശവശരീരം കൊണ്ട് ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ കെട്ടിവെക്കും. ആമീൻ. 2 ദിവസം 3 ദിവസം കഴിയും ഈ മരിച്ച ശവശരീരം അഴുകാൻ തുടങ്ങും. അഴുകി തുടങ്ങുമ്പോൾ എന്ത് ചെയ്തു? ജീവനോടെ ആ ശവശരീരം കെട്ടിവെച്ച മനുഷ്യൻ, ആ ജീവനുള്ള മനുഷ്യനിലേക്ക് ഈ ശവത്തിന്റെ ദുർഗന്ധങ്ങളെല്ലാം വരാൻ തുടങ്ങും. അങ്ങനെ ശവത്തിന്റെ ദുർഗന്ധങ്ങൾ അവന്റെ മൂക്കിലൂടെ, അവന്റെ കണ്ണിലൂടെ, അവന്റെ ശ്വസനത്തിലുള്ള രക്തധമനിലൂടെ, അവന്റെ രോമശുശ്രൂഷയിലൂടെ ആ മരിച്ച മനുഷ്യന്റെ ആ ദുർഗന്ധം മുഴുവൻ അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. ആ സമയങ്ങളിൽ ശരീരം ഇത് പുഴുവരിക്കും. ഈ മരിച്ച മനുഷ്യന്റെ ശരീരം പുഴുവായത് ആ കൃമിയല്ല ഇത് ജീവനുള്ള ശരീരത്തിലേക്ക് പ്രവേശിക്കും. അത് അങ്ങനെ ഒരു അനുഭവത്തെ അന്ന് ഒരു ശിക്ഷ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിനെ കണ്ടിട്ടാണ് പൗലോസ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കും? അത് അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നീ കടന്നു പോയാലും രക്തം ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയാലും നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ നീ നോക്കുന്നെങ്കിൽ നിന്നെ ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം വിടുവിച്ചു കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യും. നമ്മൾ ഈ പ്രതിസന്ധിയിൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെ നമ്മൾ വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ കാണാത്തത് കൊണ്ട്, കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചിലർ ഈ പാപത്തിൽ വീഴും, ഏറ്റുപറയും, വീണ്ടും പാപത്തിൽ വീഴും, ഏറ്റുപറയും, വീണ്ടും പാപത്തിൽ വീഴും, ഏറ്റുപറയും. അങ്ങനെയല്ല ക്രൈസ്തവ ജീവിതം കേട്ടോ. പാപം ചെയ്ത് ഏറ്റുപറഞ്ഞ്, പാപം ചെയ്ത് ഏറ്റുപറയും. അങ്ങനെയല്ല ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പാപത്തെ നമ്മൾ മരത്തിൻ്റെ ചില്ല വെട്ടി മാറ്റുന്നത് പോലെ, കൊമ്പ് മുറിച്ച് മാറ്റുന്നത് പോലെ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, പാപത്തിൻ്റെ ചില്ലകളെ മുഴുവൻ നമ്മൾ മുറിച്ച് മാറ്റണം. നമുക്കറിയാം, മരത്തിൻ്റെ ചില്ലകൾ വളർന്ന് നമുക്ക് ആ മരം അത് ഫലം കൊടുക്കാതെ അത് പാമ്പയിൽ മുഴുവൻ അത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ മരത്തിൻ്റെ ചില്ലകളെയൊക്കെ മുറിച്ചു മാറ്റി ആ മരത്തിനകത്ത് വെയിലിറങ്ങത്തക്ക പോലെ നമ്മൾ ആ മരത്തിനൊരു തെളിവുണ്ടാക്കി കൊടുക്കും. അപ്പോഴാണ് ആ മരത്തിനകത്ത് പൂവിടാനും അത് ഫലം തരാനും ഒക്കെ ഒരുങ്ങുന്നത്. അത് കാട് കയറി മൂടിക്കിടന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് നിന്റെ മനസ്സിനകത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഹൃദയത്തിനകത്തെ കാട് കയറിയ ചിന്തകളൊക്കെ ഉണ്ടല്ലോ, കാട് കയറിയ നിരൂപണങ്ങളൊക്കെ ഉള്ള പാപത്തിൻ്റെ ചിന്തകളുണ്ട്. അതിനെയെല്ലാം കൊമ്പ് മുറിച്ച് മാറ്റുന്നത് പോലെ നീ മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ആത്മാവിൻ്റെ പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും.
പ്രൈസലോ വിശ്വസം കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ ആത്മാവിൻ്റെ വെളിച്ചം ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങട്ടെ. ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് നിറയട്ടെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൻ്റെ ഇരുളിനെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും കഷ്ടതയുടെ തലയിലൂടെ ഞാൻ ഈ ഹല്ലേലൂയ ഈ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടാണ്, നമ്മൾ ആ ദൗത്യം ഏറ്റെടുത്തതുമാണ്. അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഓർത്തും നിരൂപിച്ച് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകാതെ നിങ്ങൾ കടന്നു പോകുന്ന ഭയാനകമായ അവസ്ഥ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഹല്ലേലൂയ. ആമീൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായി യേശുവിനെ നോക്കൂ എന്ന് നമ്മൾ എബ്രായ ലേഖനം 12:2 വായിക്കുമ്പോഴും കാണുന്നുണ്ട്. അതേപോലെ നമ്മുടെ യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിനെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവനെ കണ്ടെത്തും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ അനുഭവം എന്തായിരുന്നു? യെശയ്യാ പ്രവാചകന്റെ അനുഭവത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകം ശക്തിയോടെ ചില കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ആമീൻ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു എന്നാണ്. നമ്മുടെ യെശയ്യാ പ്രവാചകന്റെ ഒരു അനുഭവമാണ് പറയുന്നത്. എന്താണ് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അനുസരിക്കുന്ന യഹോവയുടെ ദാസനായ മശിയെക്കുറിച്ച് പ്രവാചകൻ കണ്ട ഒരു ദർശനമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പോലെ ദൈവം തങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് ഇസ്രായേൽ പരാതി പറയുമ്പോൾ, ഭർത്താവ് ഭാര്യയെ തള്ളിക്കളഞ്ഞതുപോലെ ഇസ്രായേലത്തെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് പരാതി പറയുമ്പോൾ, ഹല്ലേലൂയ, പരാതി പറയും ദൈവം അവരെ ശക്തിയുക്തം ഇവിടെ നിഷേധിക്കുകയാണ്. എന്ന് പറയാൻ കർത്താവ് ഒരു ശക്തി നിഷേധിക്കുക. ആര് പറഞ്ഞു നിങ്ങളെ തള്ളിക്കളഞ്ഞത്? ഞാൻ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, നിങ്ങളല്ലേ എന്നെ തള്ളിക്കളഞ്ഞത്? അത് ഇസ്രായേലാണ് ദൈവത്തെ തള്ളിക്കളഞ്ഞത്. ദൈവം ഒരിക്കലും അവരെ തള്ളിക്കളഞ്ഞില്ല. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നമ്മളാണ് യേശുവിനെ തള്ളിക്കളഞ്ഞത്, നമ്മളെ ഒരിക്കലും യേശു തള്ളിക്കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുകയാണ്, ഹല്ലേലൂയ, അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ അവരുടെ സ്വന്തം, ഹല്ലേലൂയ, സ്തോത്രം, സ്വന്തം പാപഫലം മുഖാന്തരമാണെന്ന്. ഇസ്രായേൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവരുടെ സ്വന്തം ജീവിതത്തിലെ പാപം മുഖാന്തരമാണ്. അത് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നീ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ മുഴുവൻ, നീ അനുഭവിക്കുന്ന ശിക്ഷ മുഴുവൻ, നീ അനുഭവിക്കുന്ന വേദനകൾ മുഴുവൻ, നീ അനുഭവിക്കുന്ന കണ്ണുനീര് മുഴുവൻ ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തതുപോലെ നീ പാപം ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പാപം നിൽക്കുന്നത് കൊണ്ടാണ് നിന്റെ കഷ്ടത മാറാത്തത്. പാപം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് ശാപമായി മാറുന്നുണ്ട്. ആ ശാപത്തെ നീക്കുവാൻ ഭൂമിയിൽ നീ ചെയ്യുന്ന ഒരു വഴിപാടുകൾ കൊണ്ട് കഴിയില്ല. മരത്തിന്മേ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ നമ്മുടെ പാപത്തിന് വേണ്ടി ശാപമായി തീർന്നത് യേശുവാണ്. അതുകൊണ്ട് യേശുവിന് മാത്രമേ നമ്മുടെ പാപത്തിന് പരിഹാരം വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ. അതേസമയം അനുസരിക്കുന്ന യഹോവയുടെ ദാസൻ അവർക്ക് പ്രത്യാശയും സന്തോഷവും വീണ്ടെടുപ്പും നൽകുന്നതാണ്. ഇസ്രായേൽ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ യഹോവയുടെ ദാസൻ ദൈവത്തിന് ദൈവഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്യുമ്പോൾ, ഇസ്രായേൽ പാപം ചെയ്ത് ദൈവത്തിന് അകലുമ്പോൾ യെശയ്യാ പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്ന പ്രവാചകൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഈ ലോകം മുഴുവൻ പാപം ചെയ്യുമ്പോൾ, ഈ ലോകത്തിലെ ജനം മുഴുവൻ പാപം ചെയ്യുമ്പോൾ, നിന്റെ മക്കളും നിന്റെ സഹോദരന്മാരും നിന്റെ സഹോദരിമാരും നിന്റെ ഭർത്താവും ഒക്കെ പാപം ചെയ്യുമ്പോൾ, നിന്റെ ഭാര്യ പാപം ചെയ്യുമ്പോൾ, അങ്ങനെ പലരും നിന്റെ കൺമുമ്പിൽ പാപം ചെയ്തുകൊണ്ട് ശാപം ജീവിതത്തിൽ വാങ്ങുമ്പോൾ, നീ ആ പാപത്തെ കണ്ട് വിമർശിക്കാതെ, ആ പാപത്തിലേക്ക് നീ പോകാതെ, ആ പാപത്തെ നീ ജയിക്കണം. നീ കർത്താവിനെ അനുസരിക്കണം. അനുസരിക്കുന്ന യാഗത്തെക്കാളും മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന 1 ശമൂവേൽ 15-22 വായിക്കുന്നത്. വല്ലപ്പോഴും ബൈബിളൊക്കെ ഒന്ന് വായിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ കുറേ വചനം ദൈവം നമ്മുടെ ഉള്ളത്തിൽ തരും.
അല്ലേലിയ. കുറേ വചനം നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ക്ഷീണം മാറും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ദൈവത്തിന് ഒരുപാട് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വചനം വായിച്ച് എൻ്റെ ക്ഷീണത്തിൻ്റെ ഒരു 99% വചനം മാറ്റി തരുമെന്ന എൻ്റെ ചിന്ത കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുന്നത്. വചനം വായിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ദൈവം പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീര് മാറും, സങ്കടം മാറും. അതുകൊണ്ട് ഞാൻ വീണ്ടും വായിച്ച വചനത്തിലേക്ക് വരട്ടെ. നാസീകരിച്ച് പറയുന്ന അപ്പോസ്തലനും അല്ലെങ്കിൽ മഹാപുരോഹിതരുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. കടക്കണിയിലാണ് സഹോദര പോകുന്നത്. ബിസിനസ് തകർന്ന്, ജോലി നഷ്ടപ്പെട്ടോ, സാലറി തടഞ്ഞു വെച്ചിരിക്കുകയാണോ, വിദേശ നാട്ടിൽ കടന്നു വരാൻ കഴിയാത്ത അനുഭവമുണ്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ടോ, വിസ നിനക്ക് കിട്ടാതിരിക്കുകയാണോ, മക്കൾ നിനക്കെതിരെ നിൽക്കുകയാണോ, ഭാര്യ നിനക്കെതിരെ, ഭർത്താവ് നിനക്കെതിരാണോ, അല്ലെങ്കിൽ നിന്റെ ബിസിനസ് തകർന്നു പോയോ, നിന്റെ കൃഷി തകർന്നു പോയോ, നിന്റെ കയ്യിലുള്ള നന്മകളെല്ലാം ചോർന്നു പോയിട്ട് എല്ലാം ഒരു ഓട്ടസഞ്ചി എന്ന പോലെ നീ ആയി മാറിയോ, അങ്ങനെ നീ കരയുന്ന കണ്ണുനീരൊഴുക്കുന്ന ഏത് സാഹചര്യമാണ്, അതിനെ നീക്കിത്തരുവാൻ യേശുവിന് കഴിയും. നിന്റെ സാഹചര്യ അവസ്ഥയെ മാറ്റിത്തരാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവദാസൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ എനിക്ക് സന്തോഷ വാർത്ത പറയാനുണ്ട്. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. അപ്പം ഞാൻ ഇന്നലെ കുമ്പനാട് വെച്ച് കണ്ടപ്പം അപ്പം എന്നോട് പറഞ്ഞു, ഞാനൊരു വീട് പണിതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കാര്യം, വീട് പണിയാക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ദൈവം എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങാൻ പൈസ തന്നു. ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു വീട് വെക്കണം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരാൾ വീടിന് ഓഫർ ചെയ്തു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലവും കിട്ടി, ഒരു വീടും വെക്കാനുള്ള സംവിധാനം. ഇപ്പം ഞങ്ങളൊരു പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനല്ലേ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠ. ഞാൻ ആ ദൈവദാസന് ഈ വചനം തന്നെ പറഞ്ഞു. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനും യേശുവിനെ താങ്കൾ നോക്കിയത് കൊണ്ട്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയത് കൊണ്ട്, യേശു നിന്നെ ശ്രദ്ധിച്ചു നോക്കി. അതുകൊണ്ട് നിന്റെ സങ്കടം കണ്ടു, നിന്റെ വേദന കണ്ടു. നിനക്കൊരു വീട് ആവശ്യമാണ് യേശു തോന്നി. വീട് തന്നാൽ നിനക്ക് വീട് തരണമെങ്കിൽ നിനക്ക് സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവ് കരുതിയപ്പോൾ എന്താണ്, രണ്ടും കൂടെ നിനക്ക് കരുതി, സ്ഥലവും കരുതി, വീടും കരുതി. അതുകൊണ്ട് 1 പത്രോസ് ലേഖനം 5:7 വായിക്കുങ്ങൾ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നിങ്ങളുടെ സകല ചിന്താ ഗുരുവിന് മേലിട്ടുകൊള്ളുവിൻ. അല്ലേ? അതേപോലെ ദൈവം കരുതുമ്പോൾ രണ്ടും കൂടെ കരുതുന്നത്, നമുക്ക് വീണ്ടും എല്ലാം കരുതുന്നവരെ ദൈവം. അല്ലേ? അപ്പം ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ ചിലരുടെ ജീവിതത്തിൽ, ദൈവം ചില അത്ഭുതങ്ങളെ കേൾക്കുമ്പോൾ, ചില അത്ഭുതങ്ങളെ കാണുമ്പോൾ, അല്ലേ, നമുക്ക് ദൈവത്തിൽ വളരെ സന്തോഷമുണ്ടാകും. അവിടെ ആ സഹോദരനോട് വളരെ സന്തോഷം പറഞ്ഞിട്ട്, പാസ്റ്റേ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് കർത്താവിനുടെ ശക്തിയോടെ ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധി നടിയിലും ഉണർന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തര വിശുദ്ധ നാമത്തെ വാഴ്ത്തവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതേ, കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്നും നീ മറന്നു പോകാതെ, അല്ലേ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് 1/2 മണിക്കൂർ ദൈവത്തിൽ വേറിട്ടിരുന്നത് കൊണ്ട് നീ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. അവൻ ചെയ്ത നന്മകൾ, ഉപകാരങ്ങളെല്ലാം എണ്ണി പറയണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം എണ്ണി പറയണം. ഓരോന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതെല്ലാം രേഖപ്പെടുത്തും. അതെ, നിന്റെ കണ്ണുനീര് തുടയ്ക്കും കർത്താവ്. നിന്റെ സകല വേദനയെ മാറ്റുന്നേ. നമ്മൾ ഈ ഭാരപ്പെട്ടൊന്നും പോകണ്ട. നമ്മുടെ ദൈവം വലിയവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ്റെ ചെവി ഉണർത്തുന്നു. നമുക്കൊരു കഴിയണം, നമുക്കും അനുസരണയുള്ള യശയാവിനെ പോലെ നമ്മൾ അനുസരണമുള്ളൊരു ശിഷ്യനായി മാറണം യേശുവിൻ്റെ. വീണ്ടും ദൈവത്തിന് വചനം ഭാഗ്യം, രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ശീലം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. അധികാലത്ത് ഇരുട്ടുള്ള നിറഞ്ഞ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് രാത്രിയിലും പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. രാത്രിയിലും ജനങ്ങൾക്ക് ജനങ്ങളോട് പ്രസംഗിച്ച ശേഷവും അവർക്ക് ചെയ്ത അത്ഭുതങ്ങളെ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ശേഷവും യേശു രാത്രി നേരങ്ങളിൽ ഒലിവുമലയിലുള്ള ഗെത്സമന തോട്ടത്തിലേക്ക് പോകുമായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പം യേശു എപ്പോഴും
പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, അല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 6-ാം അധ്യായം 12-ാം വാക്യം: ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അപ്പൊ യേശു അധികാരത്തിലോട്ടുള്ള പ്രാർത്ഥിക്കുന്നു. യേശു അവൻ മലയിൽ പോയി ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അല്ലേറിയ. അപ്പം യേശു അവൻ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ് യേശു. അല്ലേറിയ. സുവിശേഷം അറിയിക്കുവാൻ, ഈ സത്വർത്തമാനം നമ്മൾ അറിയിക്കുവാൻ വേണ്ടി പിതാവിനാൽ അയക്കപ്പെട്ട യേശുവിൻ്റെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. അതുകൊണ്ട് നാം രാത്രിയും പകലും പ്രാർത്ഥിക്കണം. അല്ലേറിയ. എന്നാൽ നമ്മളെല്ലാം മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്തോട് ചെയ്യും, പക്ഷേ പ്രാർത്ഥന മാത്രം ഉത്തരവാദിത്തോട് ചെയ്യത്തില്ല. പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ലെന്നുള്ളതാണ്. അതിന് സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ പരാജയം. അല്ലേരിയ. നീ പ്രാർത്ഥിക്കാൻ നിന്റെ സമയത്തെ നീ എടുക്കുന്ന സമയത്തെ ഉപയോഗിക്കാതെ നിന്റെ സമയത്തെ നീ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിനക്ക് ഇരട്ടി നഷ്ടമാണ്. അല്ലേലുയ. ഇന്ന് പകൽ നിന്നെ കേൾക്കുന്ന പരിശ്രമമാവേ, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ പറ്റും. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ട ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ജനങ്ങളുടെ മധ്യേ, അല്ലുയ്യ, പേരും പുകഴ്ചയും ലഭിക്കുന്നതിന് വേണ്ടിയല്ല യേശു പ്രാർത്ഥിച്ചത്, പിതാവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു പ്രാർത്ഥിച്ചത് ഈ ഭൂമി പേരും പുകഴ്ചയും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെന്തിനാ യേശു പ്രാർത്ഥിച്ചത്? പിതാവിനോട് ചേർന്നിരിപ്പാൻ. അത് നമ്മൾ പിതാവിനോട് ചേർന്നിരിക്കുന്ന, യേശുവിനോട് ചേർന്നിരിക്കുന്ന പ്രാർത്ഥനയിലാണ്. അല്ലേലിയ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിരക്കൊണ്ട്, ജീവിതം ഒരുപാട് കഷ്ടതയാ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം. ഇതിൻ്റെ നടുവിലും നമ്മൾ ഈ പിതാവിനോടൊന്ന് ചേർന്നിരിക്കണം. അല്ലേലിയ. പിതാവിനോട് ചേർന്നിരിക്കാൻ കിട്ടിയ ഏക സാഹചര്യം പ്രാർത്ഥനയോടെ മാത്രമാണ്. അതുകൊണ്ട് യേശു എപ്പോഴും പിതാവിനോട് ചേർന്നിരിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലേലിയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞത്. സങ്കീർത്തനം, അല്ലേലിയ, 74-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സങ്കീർത്തനം, അല്ലേലിയ, വായിച്ചു സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം 74-ന്റെ, അല്ലേലിയ, സ്തോത്രം, അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്, വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. സംഗീതക്കാരൻ പറയാണ്, പകൽ നിനക്കുള്ളത്, അല്ലേലിയ, സ്തോത്രം, പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്, അല്ലേലിയ, രാവും നിനക്കുള്ളത്, വെളിച്ചത്തെയും, അല്ലേലിയ, വെളിച്ചത്തെയും സ്തോത്രം, സൂര്യനെയും, അല്ലേലിയ, നീ പാർപ്പിച്ചിരിക്കുന്നു. അതായത് പകലും രാത്രിയും യേശു തൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു, ശക്തനായിരുന്നു. തൻ്റെ സമയം ഒരിക്കൽ പോലും വ്യർത്ഥമാക്കി കളഞ്ഞില്ല. അല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ സമയം ഒരിക്കൽ പോലും വൃഥമായി പോയില്ല. തനിക്ക് ലഭിച്ച സമയം മുഴുവൻ ശുശ്രൂഷയും പ്രാർത്ഥനയും മാത്രമായിരുന്നു. അല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയും. കണ്ണുകളുടെ ചാട്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരുഷനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. എൻ്റെ സകല കഷ്ടങ്ങൾ ഇന്നത്തെ പകൽ ദൈവം മാറ്റിത്തരും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരക്ക് പിതാവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങളിൽ 800 കോടിയിലധികം ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുള്ളവരെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാർദ്ധക്യത്തിൽ, ആരോഗ്യത്തിൽ, വശന, യാചക, റോഹണ, ചോർണ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഈ തീവ്രവാദ ഭീകര വർഗീയതയോട് നിറയപ്പെട്ട ക്രൈസ്തവരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ട രോഗങ്ങൾ, പീഡകൾ, ദുരന്തങ്ങൾ, പേമാരികൾ, ഉൾപ്പെട്ടുള്ള നാശനഷ്ടങ്ങൾ, മഹാവ്യാധികൾ, കടങ്ങൾ, കടക്കെണികൾ, ദാരിദ്ര്യങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ ഒക്കെ സംഭവിക്കുമ്പോൾ, മനുഷ്യൻ വിവിധ തലത്തിൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, അതിൻ്റെ നടുവിലൊക്കെ ഈ ജനത്തെ വിടിവിക്കണമേ, സമാധാനം കൊടുക്കണമേ. കർത്താവേ, മനുഷ്യൻ സ്വാതന്ത്ര്യമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിനും മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. ജീവിതം തകർന്നു മരണം മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഇന്ന് പകൽ കർത്താവേ, അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും കർത്താവേ മഹാപുരുഷൻ യേശുവിനെ നോക്കുവാൻ ഈ ജനത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടനായി
വിവരങ്ങൾ ഏൽപ്പിക്കുന്നു. അധികാരികളും ന്യായാധിപന്മാരും ക്രമസമാധാന പാലകരെയും മത നേതാക്കന്മാരെയും എല്ലാ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സകല ജനത്തിനും ഒരു മനസ്സാന്തരം കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിരിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.